ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വേഗത്തിൽ പരിഹാര നടപടികൾ വേണമെന്ന ആവശ്യം ശക്തം. ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് പുറമെ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിലും തൊഴിൽ നിഷേധങ്ങളിലും അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കണ്ടെത്തിയ ചലച്ചിത്ര മേഖലയിലെ വ്യാപക ലൈംഗിക കുറ്റകൃത്യങ്ങൾ വലിയ ചർച്ചയാകുമ്പോഴും റിപ്പോർട്ടിൽ പരാമർശിച്ച മനുഷ്യാവകാശ ലംഘനങ്ങളും ലിംഗവിവേചനവും തൊഴിൽ നിഷേധവും നിസ്സാരവൽക്കരിക്കപ്പെട്ടു പോകുകയാണെന്നാണ് ആക്ഷേപം. ജൂനിയർ ആർട്ടിസ്റ്റുകളും ഹെയർ സ്റ്റൈലിസ്റ്റുകളും നേരിട്ട മനുഷ്യാവകാശ ലംഘനങ്ങളും തൊഴിൽ നിഷേധവുമാണ് അതിൽ പ്രധാനം. ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന ഒരു വിഭാഗം ജീവനക്കാരുടെ കഥ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ട്രേഡ് യൂണിയനിൽ 35 വയസ്സ് കഴിഞ്ഞാൽ അംഗത്വം നിഷേധിക്കുക. ട്രേഡ് യൂണിയൻ അംഗത്വത്തിന് 35,000 രൂപ മുതൽ 75,000 രൂപ വരെ നൽകേണ്ടി വരിക. ഈ തൊഴിൽ നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യേണ്ട മേഖലകളിൽ നിന്ന് പോലും നീതി നിഷേധിക്കപ്പെടുകയാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇവർക്ക് സെറ്റിൽ ഇരിക്കാൻ അവകാശമില്ല. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു പ്രത്യേക നിയമം സൃഷ്ടിച്ച് ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തിയാൽ അവരുടെ സേവന വേതന ജീവിത വ്യവസ്ഥയിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഈ രംഗങ്ങളിൽ പോയി ഇൻസ്പെക്ഷൻ നടത്താൻ അധികാരമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പെടുത്തുന്നത് ഈ നിരാലംബരായ ജീവനക്കാരെ രക്ഷിക്കാൻ വളരെയേറെ സഹായകരമായിരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവന്ന ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ സ്വമേധയാ കേസെടുക്കാനാകില്ലെന്നാണ് സർക്കാരിന്റെ നിലവിലെ നിലപാട്. എന്നാൽ തൊഴിലിടത്തിലെ നീതി നിഷേധങ്ങളിൽ ഉടനടി ഇടപെടാൻ നിയമ സംവിധാനങ്ങൾക്കാകും. ഇക്കാര്യത്തിൽ ഹേമ കമ്മിറ്റി ശുപാർശ ചെയ്തതുപോലെ ട്രിബ്യൂണൽ ഉൾപ്പെടെ കേന്ദ്രീകൃത സംവിധാനങ്ങൾ വരണമെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. ജനം, കൊച്ചി.